റഷ്യ ചൈന അതിർത്തിയിൽ തകർന്ന വിമാനത്തിലെ മുഴുവൻ പേരും മരിച്ചു. AN-24 റഷ്യൻ വിമാനമാണ് തകർന്നു വീണത്. അമൂർ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിലെ 43 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, അതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ വിമാന അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതുമാണ്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഇത്രയും അധികം ആളുകൾ മരിക്കുകയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു അപകടത്തിന് കാരണമായി വരുന്നത്? പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. അപകടം നമുക്കറിയാവുന്ന പോലെ വിമാനം പറന്നുയർന്ന് ഏറെക്കുറെ ചിൻഡ എയർപോർട്ടിലേക്ക്, അതായത് റഷ്യ ചൈന അതിർത്തിക്ക് സമീപമുള്ള ചിൻഡ എയർപോർട്ടിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്, നിമിഷങ്ങൾക്ക് മുമ്പാണ് വിമാനം തകർന്നു വീഴുന്നത്. അമൂർ വനമേഖലയിൽ തകർന്നു വീഴുന്നത്. ഇത് കിഴക്കൻ റഷ്യയുടെയും സൈബീരിയയുടെയും മേഖലയാണിത്. ആ മേഖലയിൽ വനമേഖലയിലേക്കാണ് പൂർണ്ണമായും വിമാനം തകർന്നു വീഴുന്നത്. തകർന്നു വീണ വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. 43 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ 49 പേർ. ആ 49 പേരും ഇപ്പോൾ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. വിമാനം തകർന്നു വീണും പൂർണ്ണമായും അമരുകയാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായ ഒരു മേഖലയാണ്. പൂർണ്ണമായും വലിയ വനമേഖലയാണ്. അവിടേക്ക് നേരിട്ട് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം മരണസംഖ്യ വർദ്ധിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 49 പേരും മരണപ്പെട്ടു. ചിൻഡ എയർപോർട്ടിന് സമീപത്ത് എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ട് മുമ്പാണ് അപകടം ഉണ്ടാകുന്നത്. ഇത് അങ്കാറ എയർലൈൻസിന്റെ സൈബീരിയ ആസ്ഥാനമായിട്ടുള്ള അങ്കാറ എയർലൈൻസിന്റെ വിമാനമാണ്. സാധാരണഗതിയിൽ ആ മേഖലയിൽ യാത്രക്കാരുമായി എപ്പോഴും പറന്നു കയറാറുള്ള വിമാന സർവീസ് കൂടിയാണിത്. വലിയ സാങ്കേതിക തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥയിലുണ്ടായ പ്രശ്നങ്ങളാണ്. കാലാവസ്ഥയും പൈലറ്റിന് കാഴ്ച നഷ്ടമായതുമാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 49 പേർ, അതായത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും, 5 കുട്ടികളടക്കം എല്ലാവരും മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. സ്വാതി. ശരി ശ്രീജിത്ത്, എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി എന്നുള്ളതാണ്. തകർന്ന റഷ്യൻ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരുടെയും ജീവൻ നഷ്ടമായി എന്നുള്ളത്.